ഇന്നത്തെ നമ്മുടെ 10th സ്റ്റാൻഡേർഡിലെ ചോദ്യം ഇതാണ് കേട്ടോ. ഫൈൻഡ് ദി HCF ആൻഡ് LCM ഓഫ് 72 ആൻഡ് 120. ഇത് CBSE 2023 ചോദിച്ച ചോദ്യമാണേ. അപ്പോൾ HCF LCMും കാണണം. എങ്ങനെ കാണേണ്ടത്? പ്രൈം ഫാക്ടറൈസേഷൻ വഴി. അപ്പോൾ ഇതിൽ പ്രൈം ഫാക്ടറൈസേഷൻ ഒന്നും ചോദ്യത്തിലില്ല. അപ്പോൾ നിങ്ങൾ അത് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് കാണുക. എന്താ പ്രൈം നമ്പേഴ്സ്? ഒരു നമ്പറിന് ഒന്നും അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. 2, 3, 5, 7, 11, 13 ഇങ്ങനെ പോകും. പ്രൈം നമ്പേഴ്സിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, അറിയാത്തവരത് കാണുക. പിന്നെ ഇപ്പോൾ ആദ്യം നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും ഇത് ഓഡ് നമ്പേഴ്സ് ആണോന്ന്. ഓഡ് നമ്പേഴ്സ് അല്ല, കാരണം 7 കഴിഞ്ഞിട്ട് 9 ഇല്ല. 9 എന്താ ഇല്ലാത്ത? 9ന് 1ഉം 3ഉം 9ഉം ഫാക്ടേഴ്സ് ഉണ്ട്. അതെങ്ങനെ? ഈ രണ്ടിനെ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാം? രണ്ട് ഫാക്ടർ ആക്കിയിട്ട് 1 × 2. ആകെ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. 3നെ 1 × 3, 5 ആണെങ്കിൽ 1 × 5, 7 ആണെങ്കിൽ 1 × 7, 9 ആണെങ്കിലോ 1 × 9 എന്ന് എഴുതാം, 3 × 3 എന്ന് എഴുതാം. അപ്പോൾ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1 ഉണ്ട്, 9 ഉണ്ട്, 3 ഉണ്ട്. 1, 3, 9 3 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നും അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സായിട്ട് വരുന്ന നമ്പറാണ് പ്രൈം ഫാക്ടേഴ്സ്, പ്രൈം നമ്പേഴ്സ്. പ്രൈം ഫാക്ടേഴ്സ് അല്ല, പ്രൈം നമ്പേഴ്സ്. ഇനി ഈ പ്രൈം നമ്പേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഒരു നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യും, നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിനാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ വഴി LCM കാണുക, HCF കാണുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുക? 72, 120 ഇതിൻ്റെ രണ്ടിൻ്റെയും LCMും HCFും കാണാനാണ് പറഞ്ഞത്. LCM എന്ന് പറഞ്ഞാൽ എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഈ രണ്ട് നമ്പറിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണെന്ന് കാണണം. അതുപോലെ തന്നെ HCF എന്ന് പറഞ്ഞാലോ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ. ഈ രണ്ട് നമ്പറിൻ്റെ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ? അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ തന്ന നമ്പർ? 72 ആൻഡ് 120. ഫസ്റ്റ് നമുക്ക് 72നെ ലാഡർ ഡിവിഷൻ ചെയ്യാം. അപ്പം നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നത് പ്രൈം നമ്പർ ഉപയോഗിച്ചിട്ടാണ്. ആദ്യം ഞാൻ 2 എടുത്ത്. ഇത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആകുമ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 2 എടുത്ത് ആ 2നെ ഇവിടെ എഴുതി. ഇതിൻ്റെ നേർ പകുതിയല്ലേ ഇവിടെ താഴെ വരും, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം. അതായത് 7ൽ എത്ര 2 ഉണ്ട്? 3. 3 × 2 6, ബാക്കി 1. ആ 1 ഈ 2ൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ അത് 12 എന്നായി. 12ൽ എത്ര 2 ഉണ്ട്? 6. അതായത് നേർ പകുതി. ഇനി 36നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 36ൽ എത്ര 2 ഉണ്ട്? 18. നേരെ അങ്ങനെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 × 9 18. 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മൾ അടുത്ത പ്രൈം നമ്പർ എടുത്ത്, അത് 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 9നെ? പറ്റും. 3 × 3 ആണ് 9. ഇനി 3നെ 3 കൊണ്ട് തന്നെ, 3ൽ എത്ര 3 ഉണ്ട്? 1. അപ്പോൾ നമുക്കിവിടെ എത്ര ഫാക്ടേഴ്സ് കിട്ടി? 1, 2, 3, 4, 5. ഒരു 1 ഉണ്ട്. 6. ആ 1നെ നമുക്ക് എടുക്കണ്ട, നമുക്ക് ഈ നമ്പേഴ്സിനെ മാത്രം എടുക്കാം. അപ്പോൾ 72 = 2 × 2 × 2 × 3 × 3 = എത്ര 2 ഉണ്ട്? 3. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 2³ എന്ന് എഴുതാം. ഇൻറ്റു എത്ര 3 ഉണ്ട്? 2. അതിന് ഞാൻ 3² എന്ന് എഴുതിട്ടോ. അപ്പോൾ 72 = നമുക്ക് ഇതാ കിട്ടിയത്. ഇനി അടുത്ത നമ്പർ ഏതാ തന്നത്? 120. 120ന് ഇതേപോലെ ചെയ്യാം. ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട് ഞാൻ ആദ്യം 2 തന്നെ എടുത്ത്. 120ൽ എത്ര 2 ഉണ്ട്? ഇതിൻ്റെ നേരെ പകുതി 60. ഇനി 60നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 30. നേരെ പകുതി എഴുതുക. 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നേരെ പകുതി എഴുതി. 15നെ നമുക്ക് ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം എന്താ? 15 ഓഡ് നമ്പറാണ്.
ഇതിനെ നമുക്ക് പിന്നെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5 കൊണ്ടും പറ്റൂലേ. അപ്പോൾ നമ്മൾ അടുത്ത ചെറുത് തന്നെ എടുക്കുക 3. 15ൽ എത്ര 3 ഉണ്ട്? 5. 3 × 5 ആണ് 15. ഇനി 5നെ നമുക്ക് 5 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 5 × 1. 5 × 1 ആണ് 5. അപ്പോൾ 120നെ നമുക്ക് അങ്ങനെ എഴുതാം. 2 × 2 × 2 × 3 × 5 ഈക്വൽ ടു 2 1 2 3. 2 ക്യൂബ് × 3 ഒന്നുള്ളൂ. 5 അതും ഒന്നുള്ളൂ. ഈ 1 ഇപ്പം എന്തിനാട്ടത് അല്ലേ? അത് നിങ്ങൾക്ക് HCF കാണുമ്പോൾ മനസ്സിലാവും. ഇനി എന്തൊക്കെയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്? ഇപ്പം നമ്മൾ ഇതിനൊക്കെ ഫാക്ടേഴ്സ് ആക്കി. LCM കാണണം, HCF കാണണം. LCM എന്ന് പറഞ്ഞാൽ എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. LCM കാണുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ 2 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഇതിൽ വരുന്ന എല്ലാ ഫാക്ടേഴ്സും ഉണ്ടാകണം. അപ്പോൾ 2 വേണം, 3 വേണം, ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, അത് രണ്ടും നമ്മൾ എടുക്കണം, 5 എടുക്കണം. 2 × 3 × 5. അടുത്തത് ആ നമ്പറിൻ്റെ ഏറ്റവും വലിയ എക്സ്പോണൻ്റ് വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. ഇവിടെ 2 ക്യൂബ്, ഇവിടെയും 2 ക്യൂബ്, അത് സെയിമാണ്. അപ്പോൾ നമുക്ക് 2 ക്യൂബ് എന്ന് എടുക്കാം. ഇനി ഇവിടെ 2⁴ ആണെങ്കിലോ ഇവിടെ 2 ക്യൂബും, അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ക്യൂബും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2⁴ എടുക്കുക. വലിയ നമ്പർ ഏതാണോ വരുന്നത് അതെടുക്കുക. അപ്പോൾ ഇവിടെ രണ്ടും ഒരേ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 ക്യൂബ് എന്ന് എടുക്കുക. ഇനി 3² 3⁻1. അപ്പോൾ ഇതിൽ വലുത് 3² അതെടുക്കുക, വലുതെടുക്കുക കേട്ടോ. ലീസ്റ്റ് ആണെങ്കിലും നിങ്ങൾ ലീസ്റ്റ് അല്ല, അപ്പോൾ എന്താ ചെറുത് അങ്ങനെയല്ല വിചാരിക്കുക. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമ്മൾ വലിയ നമ്പറുകളിൽ എടുക്കുക. HCFൽ നേരെ തിരിച്ചാൽ ചെറുതെടുക്കുക. ഇനി 5⁻1 അതാകെ 1 തന്നെ ഉള്ളൂ. അപ്പോൾ അത് അതേപോലെ തന്നെ എഴുതി. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 × 2 അല്ലേ? 3² എന്ന് പറഞ്ഞാൽ 3 × 3 × 5. ഇതിങ്ങനെ പിരിച്ചെഴുതേണ്ട ആവശ്യമില്ല, ഞാൻ ഡൗട്ട് വരെ വിചാരിച്ചിട്ട് എഴുതിയതാണേ. അപ്പോൾ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 × 3 × 3 9 × 5 ഈക്വൽ ടു 8 × 45 ഈക്വൽ ടു 360. ഇപ്പോൾ LCM 360. എന്തിൻ്റെയൊക്കെ LCM ബ്രാക്കറ്റിൽ കൊടുക്കുക. 72 120 ഇതിൻ്റെ LCM. ഇനി നമുക്ക് HCF ആകാനുണ്ട്. $72 120ൻ്റെ HCF കാണുമ്പോൾ ഇവിടെ 2 3 2 3 5. ഇതിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ LCM കണ്ടപ്പോൾ എല്ലാ ഫാക്ടേഴ്സും എടുത്ത് 2 എടുത്ത് 3 എടുത്ത് 5 എടുത്ത്. HCF കാണുമ്പോൾ കോമൺ ആയിട്ടുള്ള മാത്രം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് 2 ക്യൂബ് 2 ക്യൂബ് 2 ഉണ്ട് കോമൺ, 2 എടുത്ത്. ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഇൻറ്റു എന്നിട്ടിട്ടാണ് എടുക്കുക. ഇനി ഇവിടെ 5 ഇല്ല, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ നമുക്ക് 5 എടുക്കണ്ട. ഇനി ചെയ്യേണ്ടത് ഇതിൽ രണ്ടിലും ഏറ്റവും ചെറിയ എക്സ്പോണൻ്റ് ഏതാണെന്ന് നോക്കുക. രണ്ടും ഒരേ നമ്പറാണ്, അപ്പോൾ ക്യൂബ് തന്നെ. 3² 3⁻1 ഇവിടെ 3⁻1 ഈക്വൽ ടു 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 × 3 ഈക്വൽ ടു 24. ഇതിൻ്റെ HCF 24 ആണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശരി.